പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പ്രകൃതി ദൈവത്തിൻ്റെ വരദാനമാണ്. പ്രകൃതിയെ സ്നേഹിക്കാത്തവരും കുറവാണ്. പ്രപഞ്ചത്തെ സഹോദരിയായി സ്നേഹിച്ചിരുന്ന വിശുദ്ധ അന്തോനീസ്, അദ്ദേഹം വചനപ്രഘോഷണം നടക്കുന്ന ആ വേദികളിൽ തിങ്ങിക്കൂടിയിരുന്നു. എന്നാൽ ഫ്രാൻസിലെത്തിയപ്പോൾ എതിർ ശക്തികൾ, ആൽബിജൻസ്, പാഷണ്ഡികളും നവീകരണക്കാരും എതിർപ്പുമായി കടന്നു വന്നു. റിമിനയിൽ പ്രസംഗിക്കാനെത്തിയ വിശുദ്ധൻ്റെ മുൻപിൽ വേദി ശൂന്യം. അത്രയധികം എതിർ പ്രചരണം നടന്നിരുന്നു. എന്നാൽ പൂച്ചകളും പട്ടികളും ആടുകളും പശുക്കളും കോഴികളും പക്ഷി മൃഗാദികളും മത്സ്യങ്ങൾ പോലും വിശുദ്ധൻ്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടുന്ന ആ രംഗം, അത് ജനത്തെ അത്ഭുതപ്പെടുത്തി. തുടർന്ന് എല്ലാ പ്രസംഗങ്ങളിലും വേദികൾ നിറഞ്ഞ് കവിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വചനം ദൈവത്തിൻ്റെ കൃപ നിറയ്ക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്. വചനത്തെ സ്നേഹിക്കണ്ടേ? ഈ സന്ദേശം അനേകരിൽ വചനകൃപ നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് വചനത്തിൻ്റെ ആ കൃപ മാരി നിങ്ങളിൽ വർഷിക്കാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു. നമുക്കൊരുമിച്ച് കൈകൾ കൂപ്പാം.